അമേരിക്കന്റെ മർമ്മത്തിലിട്ടിട്ടാണ് ഇപ്പൊ ഇറാൻ പൊട്ടിച്ചിട്ടുള്ളത്. അത് ന്യൂക്ലിയർ ബോംബ് കൊണ്ടോ ആറ്റം ബോംബ് കൊണ്ടോ ഒന്നുമല്ല. 5 പതിറ്റാണ്ടായി അമേരിക്ക കെട്ടിപ്പടുത്തുണ്ടാക്കിയ പെട്രോൾ ഡോളറിന്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ് ഇറാൻ. സ്വർണത്തിന്റെ ഇടപാട് ഡോളറുമായി ഒഴിവാക്കിയതിനു ശേഷം ആഗോളതലത്തിൽ ഡോളറിന്റെ വില കുത്തനെ ഇടിയാൻ തുടങ്ങി. ആ സമയത്താണ് അമേരിക്ക സൗദിയുമായിട്ട് ഒരു രഹസ്യ ഡീൽ ഉണ്ടാക്കുന്നത്. അന്ന് അമേരിക്ക സൗദി രാജകുടുംബത്തോട് പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ സംരക്ഷിക്കാം, രാജ്യത്തിന് വേണ്ട സൈനികരും സന്നാഹങ്ങളും എല്ലാം നൽകാം, പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ആഗോളതലത്തിൽ എണ്ണ വിൽക്കുമ്പോൾ അത് ഡോളർ വഴി വിനിമയം നടത്തണം. അവിടുന്ന് അങ്ങോട്ടാണ് പെട്രോ ഡോളർ എന്ന ആ വലിയ സാമ്രാജ്യത്തിന്റെ തുടക്കം. ഈ ഒരു ഡീലിന് ശേഷം മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ അവരുടെ നാഷണൽ ബാങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ ഒരു വലിയ നിക്ഷേപം തന്നെ അനിവാര്യമായി വന്നു. അതുവഴി അമേരിക്ക കണക്കില്ലാതെ ഡോളർ അച്ചടിക്കാനും തുടങ്ങി. 5 പതിറ്റാണ്ടായി അമേരിക്കയെയും അമേരിക്കയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെയും പിടിച്ചു നിർത്തിയ പെട്രോൾ ഡോളറിന്റെ അന്ത്യം കുറിക്കുന്ന തരത്തിലാണ് ഇറാന്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. തങ്ങളുടെ ശത്രുവായ അമേരിക്കയും ഇസ്രായേലുമല്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കും ഹോർമൂസ് വഴി സുഖമായി മുന്നോട്ടു പോകാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ഹോർമൂസ് വഴി കടക്കുന്ന ഓരോ തുള്ളി എണ്ണയും അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് യുവാനിലായിരിക്കണം. മാത്രമല്ല ഓരോ കപ്പലും 2 മില്യൺ ഏകദേശം 18 കോടി ടോൾ ഹോർമൂസിൽ അടക്കേണ്ടി വരും. അമേരിക്കക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ ട്രംപിന്റെ പണി ആകെ പാളിയിരിക്കുകയാണ്. ഹോർമൂസ് തുറക്കാൻ വേണ്ടി ഇറ്റലിയോടും ജർമ്മനിയോടും ബ്രിട്ടനോടും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം നോ പറയുന്നു, നാറ്റ വരെ കൈമലർത്തുന്നു. ഇസ്രായേലിന് വേണ്ടി കുരുതി കൊടുക്കാൻ തങ്ങളുടെ രാജ്യക്കാരെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോ ബൈഡൻ അടക്കമുള്ള വലിയ നേതാക്കൾ അമേരിക്കയിൽ നിന്ന് രാജിവെച്ചു പോകുന്നു. അമേരിക്കയുടെ ഏറ്റവും പവർഫുൾ വെപ്പണായ F-35 ജെറ്റിനെ ഇറാൻ അടിച്ചിടുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ വരെയാണ് ഇപ്പോൾ ട്രംപ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങായിന്റെ പണി ആകെ പാളിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ഇറാനാണോ തകരുന്നത് അതോ അമേരിക്കയാണോ തകരുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം?